ഘടന. പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും നമ്മൾ അത് കാണുന്നു. സർപ്പിള താരാപഥങ്ങളുടെ ചാരുത മുതൽ നമ്മുടേതുപോലുള്ള ഒരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ പതിവ് ഭ്രമണപഥങ്ങൾ വരെ, ജീവന്റെ കോഡ് വഹിക്കുന്ന DNA വരെ, ചില ചെറിയ തരത്തിലുള്ള ഘടകങ്ങളുടെ ശേഖരണങ്ങളിൽ നിന്ന് പ്രകൃതി വലിയ ഘടനകൾ സൃഷ്ടിക്കുന്നതായി ഞങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നു. ഇത് വലിയ വ്യതിയാനം സൃഷ്ടിക്കുന്നു. ഗാലക്സികൾ ഉണ്ടാക്കാൻ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. എത്രയോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൂടിച്ചേർന്ന് സൗരയൂഥങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പലതും. നാം നമ്മുടെ സ്കെയിൽ ചുരുക്കുന്നത് തുടരുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതിശയകരവും വൈവിധ്യപൂർണവുമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പ്രകൃതി കുറച്ച് ലളിതമായ ഘടനകളുടെ മോഡുലാർ നിർമ്മിതികൾ ഉപയോഗിക്കുന്ന പ്രവണത തുടരുന്നതായി നമുക്ക് കാണാം. ഈ പ്രഭാഷണത്തിൽ ഈ വാടകക്കാരനെ പിന്തുടരുന്ന ഏറ്റവും ചെറിയ സംവിധാനങ്ങളിലൊന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും എല്ലാ സൃഷ്ടികളിലെയും ഏറ്റവും ചെറിയ സംവിധാനങ്ങളിലൊന്നാണ് ആറ്റം. എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കേണ്ടത് പ്രധാനമാണ്. ആറ്റങ്ങളെ യഥാർത്ഥത്തിൽ വിഭജിക്കാം. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് മൂലകങ്ങളുടെ വലിയ സാമ്പിളുകൾ വിഭജിക്കുമ്പോൾ സംഭവിക്കാത്ത വളരെ സവിശേഷമായ എന്തെങ്കിലും സംഭവിക്കുന്നു. ഒരു സ്വർണ്ണക്കട്ടിയുടെ ഉദാഹരണം എടുക്കുക. ആ സ്വർണ്ണക്കട്ടി പകുതിയായി മുറിച്ച് 2 ചെറിയ സ്വർണ്ണക്കട്ടകൾ ഉണ്ടാക്കാം. അവ ചെറിയ കഷ്ണങ്ങളായി മുറിക്കാം. അവ ഇപ്പോഴും സ്വർണ്ണമാണ്. ഈ പ്രക്രിയയ്ക്ക് ആ മൂലകമായ സ്വർണ്ണത്തിന്റെ ചെറുതും വലുതുമായ സാമ്പിളുകൾ സൃഷ്ടിക്കുന്നത് തുടരാനാകും. എന്നാൽ നമുക്ക് ഇത് ശാശ്വതമായി തുടരാൻ കഴിയുമെങ്കിൽ, ഒടുവിൽ നമ്മുടെ സാമ്പിളിൽ സ്വർണ്ണത്തിന്റെ ഒരു ആറ്റം മാത്രം ശേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ നാം എത്തിച്ചേരും. അപ്പോൾ ഇപ്പോൾ എന്ത്? സ്വർണ്ണത്തിന്റെ ആറ്റം യഥാർത്ഥത്തിൽ അവിഭാജ്യമാണോ? യഥാർത്ഥത്തിൽ ഇല്ല. അതിനെ വിഭജിക്കാം. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ സ്വത്വം മാറുന്നു. സ്വർണ്ണത്തിന്റെ ആറ്റം പിളർന്ന് സൃഷ്ടിച്ച 2 ഭിന്നസംഖ്യകൾ ഇപ്പോൾ സ്വർണ്ണമല്ല, വേറെ എന്തോ ഉണ്ട്. എന്നാൽ ഇത് രസകരമായ ഒരു ചോദ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ആറ്റങ്ങൾ സ്വയം നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? അവയെ മറ്റ് ചെറിയ ആറ്റങ്ങളായി വിഭജിക്കാൻ കഴിയുമെങ്കിൽ അവ ആറ്റങ്ങളെക്കാൾ ചെറിയ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം. വാസ്തവത്തിൽ ആറ്റങ്ങൾ വെറും 3 തരം കണികകൾ അടങ്ങിയതാണ്. സബ് ആറ്റോമിക് കണികകൾ: പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ, ചാർജ് തീരെ ഇല്ലാത്ത ന്യൂട്രോണുകൾ. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഏതാണ്ട് തുല്യ പിണ്ഡമുള്ളതും ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള സാന്ദ്രമായ ന്യൂക്ലിയസിലാണ് വസിക്കുന്നത്. എന്നാൽ വളരെ ചെറുതും നെഗറ്റീവ് ചാർജുള്ളതുമായ ഇലക്ട്രോണുകൾ ആ ന്യൂക്ലിയസിനെ പരിക്രമണം ചെയ്യുന്നു. പ്രോട്ടോണുകൾ നൽകുന്ന പോസിറ്റീവ് ചാർജിനെ സന്തുലിതമാക്കുന്നു. ആറ്റത്തിന്റെ ഈ ചിത്രീകരണം നമ്മിൽ മിക്കവർക്കും പരിചിതമാണ്. പക്ഷേ ഞങ്ങൾ അത് എങ്ങനെ മനസ്സിലാക്കി എന്നതിന്റെ കഥഘടനയുടെ സ്വന്തം ചാരുത പോലെ ആകർഷകമാണ്. അതിനാൽ ഈ കണികകൾ ഓരോന്നും എങ്ങനെ കണ്ടുപിടിച്ചുവെന്നും ദ്രവ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റായ ആറ്റത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ സൃഷ്ടിക്കാൻ തലമുറകളുടെ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ആത്യന്തികമായി എങ്ങനെ ഒത്തുചേർന്നുവെന്നും മനസ്സിലാക്കാൻ ഇന്ന് നമ്മൾ ശ്രമിക്കും. ആറ്റങ്ങളെക്കുറിച്ചുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് പുരാതന ഗ്രീക്ക് തത്വചിന്തകരാണ്. അവർ വിരലിൽ എണ്ണാവുന്ന അടിസ്ഥാന പദാർത്ഥങ്ങൾ മാത്രമേയുള്ളൂ. ഇപ്പോൾ അവ മറ്റെല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുത്തുന്നതിന് വിവിധ രീതികളിൽ സംയോജിപ്പിക്കുന്നു. ഈ മൂലകങ്ങൾ വായു, വെള്ളം, ഭൂമി, തീ എന്നിവയാണെന്ന് ഗ്രീക്കുകാർ പരക്കെ വിശ്വസിച്ചിരുന്നു. ഈ മൂലകങ്ങളുടെ കണികകൾ തികച്ചും അവിഭാജ്യമാണെന്നും അവർ വിശ്വസിച്ചു. തീർച്ചയായും ഇവയൊന്നും യഥാർത്ഥത്തിൽ മൂലകങ്ങളല്ലെന്ന് ഇന്ന് നമുക്കറിയാം. കൂടാതെ യഥാർത്ഥ മൂലകങ്ങളുടെ ആറ്റങ്ങളെ യഥാർത്ഥത്തിൽ വിഭജിക്കാൻ കഴിയുമെന്നും നമുക്കറിയാം. അവ ആയിരിക്കുമ്പോൾ അവ പുതിയതായി മാറുന്നു. എന്നിരുന്നാലും ആറ്റം എന്ന ഗ്രീക്ക് പദം അക്ഷരാർത്ഥത്തിൽ വിഭജിക്കപ്പെടാത്തത് എന്നർത്ഥം നിലനിൽക്കുന്നു. ഇപ്പോഴും ആ മൂലകമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു നിശ്ചിത മൂലകത്തിന്റെ ഏറ്റവും ചെറിയ അളവിനെ ഞങ്ങൾ എങ്ങനെ പരാമർശിക്കുന്നു? ദ്രവ്യത്തിന്റെ സ്വഭാവത്തെയും അതിന്റെ അടിസ്ഥാന ഘടകങ്ങളെയും കുറിച്ചുള്ള പാശ്ചാത്യ വ്യവഹാരം പുരാതന ഗ്രീസിന്റെ പതനത്തോടെ ഏതാണ്ട് നിലച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ആറ്റം എന്ന ആശയം പുനരുജ്ജീവിപ്പിക്കപ്പെട്ടില്ല, പ്രാഥമികമായി ജോൺ ഡാൾട്ടന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി. ഡാൾട്ടന്റെ പക്കൽ ഇന്ന് നാം ഉപയോഗിക്കുന്ന അത്യാധുനിക ശാസ്ത്രീയ ഉപകരണങ്ങൾ ഇല്ലായിരുന്നു. അതിനാൽ ആറ്റങ്ങളെ നേരിട്ട് കാണാനോ പരീക്ഷണം നടത്താനോ അദ്ദേഹത്തിന് മാർഗമില്ലായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരു സൂക്ഷ്മ ബുദ്ധിയും ലാവോസിയറിന്റെയും മറ്റുള്ളവരുടെയും പ്രവർത്തനത്തിന്റെ പ്രയോജനവും ആയി. താരതമ്യേന ലളിതമായ നിരീക്ഷണങ്ങൾ ഉപയോഗിച്ച് തന്റെ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കി ഒരു ശബ്ദ ആറ്റോമിക് സിദ്ധാന്തം രൂപപ്പെടുത്താൻ ഡാൾട്ടൻ കഴിഞ്ഞു. ഡാൾട്ടൻ തന്നെ ഓടാനും സ്വയം നിരീക്ഷിക്കാനും കഴിഞ്ഞേക്കാവുന്ന 2 പ്രതികരണങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
ഇതാ ഓക്സിജന്റെ ഒരു തന്മാത്ര. രണ്ട് ഹൈഡ്രജൻ തന്മാത്രകളുമായി ഞങ്ങൾ ഓക്സിജനുമായി പ്രതികരിക്കാൻ പോകുന്നു. ഇപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ വെള്ളം സൃഷ്ടിക്കുന്നു. ഇത് താരതമ്യേന ലളിതമായ പ്രതികരണമാണ്. അയാൾക്ക് സ്വയം പ്രവർത്തിപ്പിക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ നമുക്ക് ഹൈഡ്രജനുമായി ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കാം. പകരം ഒരു ഓക്സിജൻ ഒരു ഹൈഡ്രജൻ തന്മാത്രയുമായി പ്രതിപ്രവർത്തിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നറിയപ്പെടുന്ന മറ്റൊരു സംയുക്തം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ഡാൾട്ടന് ഇവ രണ്ടും ഉണ്ടാക്കാമായിരുന്നു, കൂടാതെ അവന്റെ ആരംഭ സാമഗ്രികളുടെയും ഉൽപ്പന്നങ്ങളുടെയും പിണ്ഡം നിർണ്ണയിക്കാമായിരുന്നു. അതുകൊണ്ട് അവൻ ഇത് ചെയ്യുന്നു എന്ന് പറയാം. 32 ഗ്രാം ഓക്സിജൻ 4 ഗ്രാം ഹൈഡ്രജനുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ 36 ഗ്രാം വെള്ളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹത്തിന് നിർണ്ണയിക്കാൻ കഴിഞ്ഞു. 32ഉം 4ഉം 36ന് തുല്യമായതിനാൽ ഇത് പിണ്ഡത്തിന്റെ സംരക്ഷണ നിയമം എന്നറിയപ്പെടുന്നു. പെറോക്സൈഡ് ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് സമാനമായി ഇത് നിരീക്ഷിക്കാൻ കഴിഞ്ഞു. നമുക്ക് പറയാം, ഈ സാഹചര്യത്തിൽ 32 + 2 34 ഗ്രാമിന് തുല്യമാണ്. അതിനാൽ സ്ഥിരമായി ഏതെങ്കിലും പ്രതികരണം പ്രവർത്തിക്കുമ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പിണ്ഡം എല്ലാ ആരംഭ വസ്തുക്കളുടെയും പിണ്ഡത്തിന് തുല്യമായിരുന്നു. അതിനാൽ ഇതാണ് നമ്മുടെ പിണ്ഡ സംരക്ഷണ നിയമം. ആറ്റോമിക് സിദ്ധാന്തം തകർക്കാൻ അദ്ദേഹത്തെ സഹായിച്ച മറ്റൊരു പ്രധാന നിരീക്ഷണം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് 4 ഗ്രാം ഹൈഡ്രജനിൽ 32 ഗ്രാം ഓക്സിജൻ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 8 അനുപാതം. ഞങ്ങളുടെ താഴ്ന്ന പ്രതികരണത്തിൽ 32 ഗ്രാം ഓക്സിജൻ 2 ഗ്രാം ഹൈഡ്രജനുമായി ഏകദേശം 16 എന്ന അനുപാതത്തിൽ പ്രതിപ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ രണ്ട് അനുപാതങ്ങളും വളരെ ലളിതമായ പൂർണ്ണസംഖ്യകളുടെ ഗുണിതങ്ങളാണെന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ 8ന്റെ അനുപാതമോ 16ന്റെ അനുപാതമോ ആകാം. അത് ഇരട്ടിയാണ്, എന്നാൽ ഇടയിൽ ഒരിക്കലും. അതിനാൽ ഡാൾട്ടൺ ഇത് ശ്രദ്ധിക്കുകയും ഇതിനെ ഒന്നിലധികം അനുപാതങ്ങളുടെ നിയമം രൂപപ്പെടുത്തുകയും ചെയ്തു. പിണ്ഡത്തിന്റെ സംരക്ഷണ നിയമവും ഒന്നിലധികം അനുപാതങ്ങളുടെ നിയമവും ചേർന്നതാണ് തന്മാത്രകൾ സൃഷ്ടിക്കുന്നതിനായി ഈ ലളിതമായ പൂർണ്ണസംഖ്യ അനുപാതങ്ങളിൽ കൂടിച്ചേരുന്ന അവിഭാജ്യ ആറ്റങ്ങളുടെ അസ്തിത്വത്തിന് അദ്ദേഹത്തിന് വായു കടക്കാത്ത വാദം നൽകിയത്. അതിനാൽ ആറ്റങ്ങളുടെ അസ്തിത്വത്തിനു വേണ്ടി ഒരു വാദം ഉന്നയിക്കാൻ പിണ്ഡത്തിന്റെയും ഒന്നിലധികം അനുപാതങ്ങളുടെയും സംരക്ഷണ നിയമങ്ങൾ സംയോജിപ്പിച്ച് ഡാൾട്ടന്റെ പ്രതിഭയായി. പ്ലേറ്റോയിലെ ഡെമോക്രിറ്റസിന്റെ ആറ്റോമിക് സിദ്ധാന്തങ്ങൾക്ക് ഒടുവിൽ ട്രാക്ഷൻ പുനഃസ്ഥാപിക്കത്തക്കവിധം ശക്തമായ ഒരു വാദം അദ്ദേഹം കണ്ടതിന്റെ ഏക വിശദീകരണമായിരുന്നു അത്. ഡാൾട്ടൺ തന്നെ പറഞ്ഞു, ദ്രവ്യം അത്യധികം അളവിൽ വിഭജിക്കപ്പെടുമെങ്കിലും അനന്തമായി വിഭജിക്കാനാവില്ല. അതായത് പദാർത്ഥത്തിന്റെ വിഭജനത്തിൽ നമുക്ക് പോകാൻ കഴിയാത്ത ചില പോയിന്റുകൾ ഉണ്ടായിരിക്കണം. ഈ പരമമായ കണങ്ങളെ സൂചിപ്പിക്കാൻ ഞാൻ ആറ്റം എന്ന വാക്ക് തിരഞ്ഞെടുത്തു. എന്നാൽ താൻ കഥയുടെ അവസാനത്തിൽ എത്തിയെന്ന് ഡാൾട്ടൺ വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആറ്റങ്ങൾ ദ്രവ്യത്തിന്റെ ആത്യന്തിക കണങ്ങളായിരുന്നു, അതിലും ചെറുതായൊന്നും നിലനിൽക്കില്ല. അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യങ്ങൾക്കായി ആറ്റങ്ങളെ നശിപ്പിക്കാനാവാത്തതും വിഘടിപ്പിക്കാനാവാത്തതുമായ പദാർത്ഥങ്ങളായി കണക്കാക്കുന്നത് പ്രവർത്തിച്ചു. ഇപ്പോൾ സാങ്കേതികവിദ്യ ആറ്റവുമായി പിടിക്കപ്പെടുന്നതിന് മറ്റൊരു നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരും. പ്രകൃതിയുടെ ഈ ശ്രദ്ധേയമായ നിർമ്മിതിയുടെ ആന്തരിക പ്രവർത്തനങ്ങൾ സങ്കീർണവും എന്നാൽ പ്രവചിക്കാവുന്നതുമായ ചെറിയ കണങ്ങളുടെ സംയോജനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. ഈ മുന്നേറ്റങ്ങളിൽ ആദ്യത്തേത് നമ്മിൽ മിക്കവർക്കും പരിചിതമാണ്. വലിയ ഭാരമുള്ള ഏതാണ്ട് ക്യൂബ് ആകൃതിയിലുള്ള ആ ടെലിവിഷൻ സെറ്റ് ഒടുവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വലിയ പെട്ടി കടകളുടെ ചുവരുകളിൽ അലങ്കരിച്ച സ്ലിം എനർജിസിപ്പിംഗ് ഡിസ്പ്ലേകൾക്ക് വഴിമാറിയിട്ട് ഒരു ദശാബ്ദമോ അതിലധികമോ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈ ഗാർഹിക ഉപകരണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതികവിദ്യ യഥാർത്ഥത്തിൽ വളരെ നേരത്തെ തന്നെ വികസിപ്പിച്ചെടുത്തതാണ്. കാഥോഡ് റേ ട്യൂബ് അല്ലെങ്കിൽ ചിലപ്പോൾ വിളിക്കപ്പെടുന്ന കാട്ട് യഥാർത്ഥത്തിൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വികസിപ്പിച്ചെടുത്തതാണ്. ആറ്റങ്ങളെക്കുറിച്ചുള്ള മനുഷ്യധാരണയുടെ പുരോഗതിയിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. തോംസന്റെ കാഥോഡ് റേ ട്യൂബ് അത് വളരെ ലളിതമായ ഒരു ഗ്ലാസ് ട്യൂബ് ആയിരുന്നു. ഇപ്പോൾ ഈ ട്യൂബിൽ 2 ഡിസ്കുകൾ അടങ്ങിയിരിക്കുന്നു. ആ ഡിസ്കുകൾ ഓരോന്നും ബാറ്ററിയുടെ ഒരു ടെർമിനലുമായി ബന്ധിപ്പിച്ച് ആ 2 പ്ലേറ്റുകളിൽ ഒരു വൈദ്യുത വോൾട്ടേജ് സൃഷ്ടിക്കുന്നു. നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റിനെ കാഥോഡ് എന്നും പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിനെ ആനോഡ് എന്നും വിളിക്കും. ഇപ്പോൾ ഈ ഉപകരണം നിർമ്മിക്കുമ്പോൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബീം സഞ്ചരിക്കുന്നത് നിരീക്ഷിക്കാൻ കഴിയും. തോംസൺ മധ്യഭാഗത്ത് ഒരു ചെറിയ ദ്വാരമുള്ള ഒരു ആനോഡ് ഉപയോഗിച്ചു. ഇത് ട്യൂബിന്റെ ബോഡിയിൽ ബീം തുടരാൻ അനുവദിച്ചു. ഇപ്പോൾ ഇവിടെ ഈ പരിസ്ഥിതിയിൽ അയാൾക്ക് ആ ബീം പഠിക്കാൻ കഴിഞ്ഞു.
അസ്വസ്ഥതയില്ലാതെ തീർച്ചയായും ബീം തികച്ചും നേരായതായിരുന്നു. എന്നാൽ ആ ട്യൂബിന്റെ മുകളിലും താഴെയുമായി ചാർജ് പ്ലേറ്റുകൾ സ്ഥാപിച്ചപ്പോൾ ബീം പോസിറ്റീവ് പ്ലേറ്റിന്റെ ദിശയിലേക്ക് ചെറുതായി വളഞ്ഞതായി തോംസൺ കുറിച്ചു. ഇപ്പോൾ ഇത് കാഥോഡ് റേ എന്ന് വിളിക്കപ്പെടുന്ന തോംസണോട് രണ്ട് പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം, പോസിറ്റീവ് പ്ലേറ്റ് അതിനെ ആകർഷിച്ചതിനാൽ അത് നെഗറ്റീവ് ചാർജ് ചെയ്യേണ്ടതുണ്ട്. ഈ പുതിയ കണങ്ങൾക്ക് ഇലക്ട്രോണുകൾ എന്ന് പേരിടാൻ ഇത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. രണ്ടാമതായി, ഒരുപക്ഷേ അതിലും പ്രധാനമായി, ബീമിലെ ഓരോ ഇലക്ട്രോണും എത്രമാത്രം പിണ്ഡമുള്ളതായിരിക്കണം എന്ന് കണക്കാക്കാൻ ബീം വളഞ്ഞ വ്യാപ്തി അവനെ അനുവദിച്ചു, കാരണം വലിയ കണങ്ങളെ ചാർജ് ചെയ്ത പ്ലേറ്റുകളാൽ വ്യതിചലിപ്പിക്കേണ്ടതില്ല. ഇപ്പോൾ ആ കാഥോഡ് റേ ട്യൂബ് ഉപയോഗിച്ച് ശുദ്ധമായ ഇലക്ട്രോണുകളുടെ ഒറ്റപ്പെട്ട ബീമുകൾ സൃഷ്ടിക്കാനും അവയുടെ പിണ്ഡത്തിന്റെ വേഗത അളക്കാനും തോംസണിന് കഴിഞ്ഞു. എന്നിരുന്നാലും അവന്റെ അളവുകൾ അവനെ ഞെട്ടിക്കുന്ന ഒരു നിഗമനത്തിലേക്ക് നയിച്ചു. ആ ബീമിലെ ഇലക്ട്രോണുകൾ ആറ്റങ്ങളെക്കാൾ ചെറുതായിരുന്നു. ഇത് തോംസനെ ആദ്യമായി ഒരു ആറ്റത്തിന്റെ ഘടനാപരമായ മാതൃക നിർദ്ദേശിക്കുന്നതിലേക്ക് നയിച്ചു. ആറ്റങ്ങളെക്കുറിച്ചുള്ള ആശയം ഡാൽട്ടൺ പുനഃപ്രസിദ്ധീകരിച്ച് 100-ലധികം വർഷങ്ങൾക്ക് ശേഷം അവയുടെ ഘടന വിശദീകരിക്കാനുള്ള ആദ്യത്തെ യഥാർത്ഥ ശ്രമങ്ങൾ ഒടുവിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടു. വളരെ കുറഞ്ഞ സാന്ദ്രത, പോസിറ്റീവ് ചാർജുള്ള ഗോളാകൃതിയിലുള്ള മാട്രിക്സിൽ ഉൾച്ചേർത്ത ചെറുതും നെഗറ്റീവ് ചാർജുള്ളതുമായ ഇലക്ട്രോണുകളാണ് ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് തോംസൺ അനുമാനിച്ചു. ആ ഗോളത്തിലുടനീളം വിതരണം ചെയ്ത ആറ്റങ്ങളുടെ ബാക്കിയുള്ള പിണ്ഡം ഉണ്ടാക്കുന്നു. പോസിറ്റീവ് ചാർജുള്ള ഗോളത്തിൽ ഇലക്ട്രോണുകളുള്ള അദ്ദേഹത്തിന്റെ മോഡലിന്റെ ഒരു രേഖാചിത്രം ഒരു പാത്രത്തിൽ പുഡിംഗിൽ ഉണക്കമുന്തിരിയുടെ ചിത്രങ്ങൾ ഉളവാക്കുന്നു. ഇത് തോംസന്റെ പ്ലം പുഡിംഗ് മോഡലിന്റെ മോനിക്കർ നേടി. എന്നാൽ ആറ്റോമിക് ഘടന വിശദീകരിക്കാനുള്ള ഈ ആദ്യ ശ്രമം ഹ്രസ്വകാലമായിരുന്നു. തോംസൺ തന്റെ പ്ലം പുഡിംഗ് മോഡൽ നിർദ്ദേശിച്ച് 2 പതിറ്റാണ്ടുകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സംരക്ഷണക്കാരനായ ഏൺസ്റ്റ് റദർഫോർഡ് ഒരു പരീക്ഷണം നടത്തി. അത് തോംസന്റെ മാതൃകയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നു, പകരം അത് പൂർണ്ണമായും നിരാകരിച്ചു. ആൽഫ കണികകൾ എന്നറിയപ്പെടുന്നവ കണ്ടെത്തിയതിന്റെ ബഹുമതി റദർഫോർഡിനാണ്. ആൽഫ കണികകൾ വളരെ വലിയ ചാർജുള്ള കണമാണ്, ഇലക്ട്രോണുകളെക്കാൾ 1000 മടങ്ങ് വലുതാണ്. യുറേനിയം പോലുള്ള ഭാരമേറിയ മൂലകങ്ങളുടെ റേഡിയോ ആക്റ്റീവ് ക്ഷയത്തിൽ അവ സൃഷ്ടിക്കപ്പെടുന്നു. എന്നാൽ ഈ കണങ്ങളെ കണ്ടെത്തിയതിൽ റദർഫോർഡ് അത്ര പ്രശസ്തനല്ല. അടുത്തതായി അവരുമായി ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹം ഏറ്റവും പ്രശസ്തനായത്. താരതമ്യേന വലുതും ഊർജ്ജസ്വലവുമായ ഈ ആൽഫ കണങ്ങൾ ആറ്റങ്ങളുടെ നേർത്ത ഫോയിലിലൂടെ കടന്നുപോകുമ്പോൾ ആറ്റങ്ങളുമായി എങ്ങനെ ഇടപെടുമെന്ന് അറിയാൻ റദർഫോർഡിന് ആകാംക്ഷയുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ആൽഫ കണങ്ങളുടെ ഒരു ബീം സ്വർണ്ണ ഫോയിലിലേക്ക് ചൂണ്ടി ഒരു പ്രത്യേക ഫ്ലൂറസെന്റ് സ്ക്രീനിൽ ഫോയിലിനെ വലയം ചെയ്തു. അത് ഒരു ആൽഫ കണികയാൽ അടിക്കുമ്പോൾ പ്രകാശിക്കും. തോംസണിന്റെ മാതൃക ശരിയാണെന്ന് ഊഹിച്ചാൽ ആൽഫ കണികകൾ ഫോയിലിലൂടെ കടന്നുപോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, ചെറുതായി മാത്രം ചിതറിപ്പോയി. പരീക്ഷണം പുരോഗമിച്ചപ്പോൾ താൻ പ്രതീക്ഷിച്ചതുപോലെ ഏറ്റവും തിളക്കമുള്ള സ്ഥലം സ്വർണ്ണ ഫോയിലിന് തൊട്ടുപിന്നിൽ ആണെന്ന് റദർഫോർഡ് കുറിച്ചു. പക്ഷേ സ്ക്രീനിന്റെ മറുവശത്തേക്ക് ശ്രദ്ധ തിരിയുകയും ഏതാനും കണങ്ങൾ സ്രോതസ്സിലേക്ക് നേരിട്ട് തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ റദർഫോർഡ് സ്തംഭിച്ചുപോയി. വ്യക്തമായും തോംസന്റെ മാതൃക ശരിയായിരിക്കില്ല. സ്വർണ്ണ ആറ്റങ്ങളുടെ പിണ്ഡം അവയുടെ മുഴുവൻ വോള്യത്തിലും വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആൽഫ കണികയെ ആ ആറ്റങ്ങളാൽ അതിന്റെ ഉറവിടത്തിലേക്ക് പ്രതിഫലിപ്പിക്കാൻ ഒരു വഴിയുമില്ല. അവ വേണ്ടത്ര സാന്ദ്രമല്ല. റദർഫോർഡിന്റെ ഫലങ്ങൾ ശക്തമായി സൂചിപ്പിക്കുന്നത് ആറ്റങ്ങൾ ഭൂരിഭാഗവും ശൂന്യമായ സ്ഥലത്താലാണ് നിർമ്മിച്ചിരിക്കുന്നത്, എന്നാൽ ആറ്റത്തിന്റെ ആകെ വോളിയത്തിന്റെ ഒരു ചെറിയ അംശത്തിൽ എല്ലാ ആറ്റങ്ങളുടെ പിണ്ഡവും അടങ്ങിയിരിക്കുന്ന ഉയർന്ന കേന്ദ്രീകൃത ന്യൂക്ലിയസ് ആണ്. ഒരു അപൂർവ സന്ദർഭത്തിൽ ഒരു ആൽഫ കണിക തിരിച്ചുവന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് വിശദീകരിക്കും. ആറ്റങ്ങളുടെ ആകെത്തുകയുടെ വളരെ ചെറിയ അളവിലുള്ള ദ്രവ്യത്തിന്റെ വളരെ സാന്ദ്രമായ ഒരു പോയിന്റിന് മാത്രമേ ആൽഫ കണികയുടെ ആഘാതം ചെറുക്കാൻ കഴിയൂ. അത് അതിന്റെ യഥാർത്ഥ ദിശയിലേക്ക് പിന്നോട്ട് തിരിയാൻ ഇടയാക്കും. റദർഫോർഡിന്റെ സ്വന്തം വാക്കുകളാണ് ഇതിനെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്. സ്വന്തം പരീക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം പ്രസിദ്ധമായി വിവരിച്ചു. എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും അവിശ്വസനീയമായ സംഭവമായിരുന്നു അത്. ഒരു ടിഷ്യൂ പേപ്പറിന് നേരെ 15 ഇഞ്ച് ഷെൽ എറിഞ്ഞിട്ട് അത് തിരികെ വന്ന് നിങ്ങളെ തട്ടിയതുപോലെ അവിശ്വസനീയമായിരുന്നു അത്. അതിനാൽ ആറ്റങ്ങളുടെ കേന്ദ്രത്തിൽ അസാധാരണമാംവിധം സാന്ദ്രമായ എന്നാൽ അപ്രത്യക്ഷമാകുന്ന ഒരു ചെറിയ പിണ്ഡം ഉണ്ടായിരിക്കണം. ആൽഫ കണങ്ങളെ വിശദീകരിക്കാൻ വളരെ സാന്ദ്രമാണ്. റദർഫോർഡിന്റെ പരീക്ഷണത്തിനിടെ ഈ റിക്കോച്ചിറ്റുകളിൽ ഒരുപിടി മാത്രം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ ചെറുതാണ്.
ആറ്റങ്ങൾ ഭൂരിഭാഗവും ശൂന്യമായ ഇടം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് റദർഫോർഡ് മനസ്സിലാക്കി. ദ്രവ്യത്തിന്റെ സാന്ദ്രമായ പോയിന്റ് അവയുടെ കേന്ദ്രത്തിൽ. അദ്ദേഹത്തിന്റെ മാതൃക ഇതിന് കാരണമാകുന്നു. ഇതിനെ റദർഫോർഡ് മോഡൽ എന്നും വിളിക്കുന്നു, ചിലപ്പോൾ ന്യൂക്ലിയർ മോഡൽ എന്നും വിളിക്കുന്നു. കാരണം ഒരു ആറ്റത്തിന്റെ പിണ്ഡത്തിന്റെ ഭൂരിഭാഗവും അതിന്റെ മധ്യഭാഗത്തുള്ള ആ ചെറിയ സാന്ദ്രമായ ന്യൂക്ലിയസിൽ വസിക്കുന്നുണ്ടെന്ന് ആദ്യമായി അംഗീകരിക്കുന്നത് അതിനാൽ ആറ്റങ്ങൾ വളരെ നേരിയ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാൽ ചുറ്റപ്പെട്ട സാന്ദ്രമായ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസുകൾ അടങ്ങിയതാണെന്ന് റദർഫോർഡ് കണ്ടെത്തി. എന്നാൽ ഒരു ന്യൂക്ലിയസ് യഥാർത്ഥത്തിൽ എത്ര ചെറുതാണ്? ഇപ്പോൾ 100ഓളം പിക്കോമീറ്റർ വ്യാസമുള്ള ചെറിയ ആറ്റങ്ങൾ എത്രയാണെന്ന് ഞങ്ങൾ ഇതിനകം പഠിച്ചുവെന്ന് ഓർക്കുക. അതായത് ഒരു നാനോമീറ്ററിന്റെ 10 ഇപ്പോൾ റദർഫോർഡിന്റെ പ്രവർത്തനം ഒടുവിൽ ഒരു സാധാരണ ന്യൂക്ലിയസിന്റെ ആരം അതിന്റെ ഇലക്ട്രോൺ മേഘത്തിന്റെ 1,00,000 മാത്രമാണെന്ന് കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. അത് ഒരു ഫെംറ്റോമീറ്റർ ആണ്. 0.00001 നാനോമീറ്റർ. ഇപ്പോൾ നമുക്ക് അത് വീക്ഷണകോണിൽ വയ്ക്കാം. അതായത് ഒരു ആറ്റത്തിന് 1 മീറ്റർ വീതിയുണ്ടെങ്കിൽ അതിന്റെ ന്യൂക്ലിയസ് ഒരു പൊടിപടലത്തിന്റെ വലിപ്പം ആയിരിക്കും. അതേ ആറ്റം ഒരു ഫുട്ബോൾ മൈതാനത്തോളം വീതിയുള്ളതാണെങ്കിൽ ന്യൂക്ലിയസ് 1 മില്ലിമീറ്റർ വീതിയും ഒരു മണൽത്തരിയുടെ വലിപ്പവും മാത്രമായിരിക്കും. ആ ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമുള്ള ഒരു ന്യൂക്ലിയസ് ലഭിക്കണമെങ്കിൽ ആറ്റത്തിന് ഭൂമിയുടെ വലിപ്പം വേണം. ഇപ്പോൾ നിങ്ങൾ ന്യൂക്ലിയസിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്ലൂട്ടോയുടെ വലുപ്പമുള്ള ഒരു ഭ്രമണപഥമുള്ള ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ കാണപ്പെടും, നമ്മുടെ സ്വന്തം സൂര്യന്റെ വലിപ്പത്തിൽ ഒരു പുള്ളി മാത്രം. അതിനാൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കൂറ്റൻ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് റദർഫോർഡ് നിർണയിച്ചു. പ്രോട്ടോണുകൾ കണ്ടെത്തി. എന്നാൽ അവസാനമായി ഒരു നിരീക്ഷണം കൂടി കണക്കിലെടുത്തിരുന്നു. റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള ഗവേഷണം തുടരുമ്പോൾ ആറ്റോമിക് ന്യൂക്ലിയസുകളെക്കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ വളരെ അക്ഷരാർത്ഥത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. ഒരു പുതിയ തരം വികിരണം ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഗവേഷകർ ബെറിലിയത്തെ ആൽഫ കണികകൾ ഉപയോഗിച്ച് വികിരണം ചെയ്തു. അത് റദർഫോർഡിന്റെ ആൽഫ കണങ്ങൾ ചെയ്തുപോലെ അണുകേന്ദ്രങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. പകരം ശക്തിയോടെ അവയിൽ ഇടിച്ചു, ആഴത്തിൽ തുളച്ചുകയറുകയും പ്രോട്ടോണുകൾ പുറത്തേക്ക് ഇടിക്കുകയും ചെയ്തു. അവർ അടിച്ച ലക്ഷ്യ ആറ്റങ്ങളുടെ ഈ അസാധാരണ നിരീക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള അവസാന താക്കോൽ 1932 വന്നു. മുമ്പ് റദർഫോർഡിന്റെ സ്വന്തം സഹായികളിലൊരാളുടെ വിദ്യാർത്ഥിയായിരുന്ന ജെയിംസ് ചാഡ്വിക്ക് സബ് ആറ്റോമിക് കണങ്ങളുടെ പട്ടിക പൂർത്തിയാക്കിയപ്പോൾ പുതുതായി കണ്ടെത്തിയ ഈ വികിരണത്തിന് മറ്റ് ആറ്റോമിക് ന്യൂക്ലിയസുകളിലേക്ക് നന്നായി തുളച്ചുകയറാൻ കഴിയുമെന്ന് ചാഡ്വിക്ക് വാദിച്ചു, കാരണം അത് ചാർജ് ചെയ്യപ്പെടാത്തതാണ്. അതേസമയം റദർഫോർഡ് ഉപയോഗിച്ച ആൽഫ കണങ്ങൾ പോസിറ്റീവ് ചാർജ് വഹിക്കുകയും അവ അടിച്ച ആറ്റങ്ങളുടെ പോസിറ്റീവ് ന്യൂക്ലിയുകളാൽ പുറന്തള്ളപ്പെടുകയും ചെയ്തു. ഇത് അവരുടെ കുതിച്ചുചാട്ടവും തിരിച്ചുവരവുമുള്ള പ്രവണതയെ വിശദീകരിക്കുന്നു. എന്നാൽ ഈ പുതിയ കണങ്ങൾ വമ്പിച്ചതാണെങ്കിലും പിന്നോട്ട് കുതിക്കാതെ അവ അടിച്ച അണുകേന്ദ്രങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിഞ്ഞു. അവർക്ക് ചാർജ് ഇല്ലാതെ പോകേണ്ടി വന്നു. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് വികർഷണത്തിന്റെ അഭാവം ഈ പുതിയ കണങ്ങളെ ആ ന്യൂക്ലിയസുകളെ വലിയ ശക്തിയോടെ അടിക്കാൻ അനുവദിച്ചു. ചാഡ്വിക്ക് അവയുടെ പിണ്ഡം കണക്കാക്കാൻ ഉപയോഗിച്ച ഒരു ശക്തി. ഈ കണങ്ങളെ അദ്ദേഹം ന്യൂട്രോൺ എന്ന് വിളിക്കുകയും ചെയ്തു. വളരെ രസകരമെന്നു പറയട്ടെ, അവ പ്രോട്ടോണുകളെക്കാൾ 1% ഒരു ഭാഗം മാത്രമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും പിണ്ഡത്തിൽ വളരെ സാമ്യമുള്ളതും ഇലക്ട്രോണുകളെക്കാൾ വളരെ വലുതുമായതിനാൽ അവ ഒരു ആറ്റത്തിലേക്ക് മിക്കവാറും എല്ലാ പിണ്ഡവും സംഭാവന ചെയ്യുന്നു. ആറ്റങ്ങളുടെ പിണ്ഡത്തെ പരസ്പരം താരതമ്യം ചെയ്യാൻ രസതന്ത്രജ്ഞർ ആറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ എംയു എന്ന് വിളിക്കുന്ന പിണ്ഡത്തിന്റെ ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നു. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഓരോ വഴിയും ഏകദേശം ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ് മാത്രം. അതിനാൽ ഈ വളരെ സൗകര്യപ്രദമായ അളവുകോൽ ഒരു വ്യക്തിഗത ആറ്റത്തിന്റെ പിണ്ഡം ആശയവിനിമയം നടത്തുന്നതിന് നല്ല വൃത്താകൃതിയിലുള്ള സംഖ്യയിലേക്ക് നയിക്കുന്നു. അങ്ങനെ 1932 പുരാതന ഗ്രീക്കുകാരായ ഡാൽട്ടൺ, തോംസൺ, റൂദർഫോർഡ്, ചാഡ്വിക്ക് കൂടാതെ മറ്റു പലരുടെയും സംയോജിത ചിന്തകൾ ജനപ്രിയ ചിത്രീകരണങ്ങളിൽ നിങ്ങൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു ആറ്റോമിക് ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞങ്ങളെ നയിച്ചു. ആറ്റത്തിന്റെ ഹൈഡ്രജൻ മൂലകത്തിന്റെ ഏറ്റവും ലളിതമായ ആറ്റത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഇപ്പോൾ എല്ലാ ആറ്റങ്ങളിലും ന്യൂക്ലിയസ് എന്ന് വിളിക്കപ്പെടുന്ന ദ്രവ്യത്തിന്റെ സാന്ദ്രമായ കേന്ദ്ര കാമ്പ് അടങ്ങിയിരിക്കുന്നു. ആ ന്യൂക്ലിയസിൽ നമ്മൾ എപ്പോഴും ഒന്നോ അതിലധികമോ പ്രോട്ടോണുകൾ കണ്ടെത്തും. ഹൈഡ്രജന്റെ കാര്യത്തിൽ നമുക്ക് ഒന്ന് മാത്രമേയുള്ളൂ. ആ സാന്ദ്രമായ പോസിറ്റീവ് ചാർജുള്ള കാമ്പിന് ചുറ്റും ഇലക്ട്രോണുകൾ ഉണ്ട്. വീണ്ടും ഈ സാഹചര്യത്തിൽ ന്യൂക്ലിയസിലെ പ്രോട്ടോണിൽ നിന്നുള്ള പോസിറ്റീവ് ചാർജിനെ സന്തുലിതമാക്കാൻ നമുക്ക് ഒരു ഇലക്ട്രോൺ മാത്രമേയുള്ളൂ. ഇത് ഒരു സമ്പൂർണ്ണ ഹൈഡ്രജൻ ആറ്റമാണ്. കേന്ദ്രത്തിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും പരിക്രമണം ചെയ്യുന്നു. ഇപ്പോൾ
ഹൈഡ്രജന്റെ ഈ പതിപ്പിനെ ഞങ്ങൾ ചിലപ്പോൾ പ്രോട്ടിയം എന്ന് വിളിക്കുന്നു, കാരണം അതിന്റെ ന്യൂക്ലിയസിൽ ഒരൊറ്റ പ്രോട്ടോൺ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഓർക്കുക, ഈ സ്കെയിൽ നിങ്ങളെ ഇവിടെ കബളിപ്പിക്കാൻ അനുവദിക്കരുത്. കാണാൻ എളുപ്പമാക്കാൻ ഞാൻ ആ ന്യൂക്ലിയസിന്റെ വലിപ്പം ക്രമാതീതമായി വർദ്ധിപ്പിച്ചു. ആറ്റത്തിന് യഥാർത്ഥത്തിൽ ഈ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ ന്യൂക്ലിയസ് യഥാർത്ഥത്തിൽ ഒരു മണൽത്തരിയുടെ വലിപ്പം വരും. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്, അതിനാൽ ഞാൻ അത് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ന്യൂക്ലിയസിലെ പ്രോട്ടോൺ എണ്ണമാണ് ഒരു മൂലകത്തിന് അതിന്റെ ഐഡന്റിറ്റി നൽകുന്നത്. അതിനാൽ ഇവിടെ എന്റെ നിർമ്മാണത്തിലേക്ക് ഒരു ന്യൂട്രോൺ ചേർക്കാം. എനിക്ക് ഇപ്പോഴും ഹൈഡ്രജൻ ഉണ്ട്, എന്നാൽ ഇപ്പോൾ എന്റെ ഹൈഡ്രജൻ ആറ്റം അതിന്റെ യഥാർത്ഥ പിണ്ഡത്തിന്റെ ഇരട്ടിയാണ്. അതിനാൽ ഈ തരത്തിലുള്ള ഹൈഡ്രജനെ നമ്മൾ വിളിക്കുന്നത്, അതിൽ ഒരു ന്യൂട്രോണും അടങ്ങിയിരിക്കുന്നു, ഡ്യൂട്ടീരിയം. ഇത് പ്രോട്ടിയത്തേക്കാൾ വലുതാണ്. ഹൈഡ്രജന്റെ മറ്റൊരു രൂപമായ ട്രിഷ്യം എന്ന് വിളിക്കുന്നത് ലഭിക്കാൻ അതിൽ മറ്റൊരു ന്യൂട്രോൺ ചേർത്ത് എനിക്ക് വീണ്ടും ഭീമൻ ഡ്യൂട്ടീരിയം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് ഹൈഡ്രജനേക്കാൾ 3 ഇരട്ടി പിണ്ഡമുള്ളതാണ്, പ്രോട്ടിയം. അതിനാൽ ഈ 3 ആറ്റങ്ങളും ഹൈഡ്രജനാണ്, എന്നാൽ വ്യക്തമായും അവയുടെ പിണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം വ്യത്യസ്തമാണ്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഗ്രൂപ്പുകളുടെ ആറ്റങ്ങളെ പരസ്പരം ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നു. അതിനാൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിറ്റിയം എന്നിവയെല്ലാം ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ്. അവയുടെ ആറ്റോമിക പിണ്ഡം ഇല്ലെങ്കിലും അവയുടെ രാസഗുണങ്ങൾ വളരെ സാമ്യമുള്ളതായിരിക്കും. ഐസോടോപ്പിന്റെ പിണ്ഡം തന്നെ സൂചിപ്പിക്കാൻ ഒരു സൂപ്പർസ്ക്രിപ്റ്റഡ് നമ്പർ ഉപയോഗിച്ച് അവയുടെ മൂലക ചിഹ്നങ്ങൾ എഴുതി ഞങ്ങൾ ചിലപ്പോൾ അവയെ വേർതിരിച്ചറിയുന്നു. ഈ സാഹചര്യത്തിൽ പ്രോട്ടിയത്തിന് ഹൈഡ്രജൻ 1, ഡ്യൂട്ടീരിയത്തിന് ഹൈഡ്രജൻ 2, ട്രിറ്റിയത്തിന് ഹൈഡ്രജൻ 3. ഇനി നമുക്ക് ആ ട്രിറ്റിയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ന്യൂക്ലിയസിലേക്ക് മറ്റൊരു പ്രോട്ടോൺ ഇടുകയും നമ്മുടെ ആറ്റത്തിന്റെ ഐഡന്റിറ്റി മാറ്റുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ന്യൂക്ലിയസിലേക്ക് മറ്റൊരു പ്രോട്ടോൺ ചേർത്തിരിക്കുന്നു. ചാർജിനെ സന്തുലിതമാക്കാൻ അതിന്റെ ക്ലൗഡിലേക്ക് ഒരു ഇലക്ട്രോൺ ചേർക്കേണ്ടതുണ്ട്. ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം മാറിയതിനാൽ നമുക്ക് ഇപ്പോൾ ഒരു പുതിയ മൂലകം ഉണ്ട്. ഹീലിയം 4ന്റെ ഒരു ആറ്റം സൃഷ്ടിക്കാൻ ഞങ്ങൾ ആവർത്തന പട്ടികയിൽ ഞങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് നടത്തി. അതിനെ സന്തുലിതമാക്കാൻ മറ്റൊരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ചേർക്കുക. ലിഥിയം 5 എന്ന് വിളിക്കപ്പെടുന്നവ നമുക്കുണ്ട്. എന്നാൽ ലിഥിയം മിക്കപ്പോഴും 2 അധിക ന്യൂട്രോണുകൾക്കൊപ്പം കാണപ്പെടുന്നു. ഇത് ലിഥിയം 7 ആക്കുന്നു. ലിഥിയത്തിന്റെ ഏറ്റവും സാധാരണമായ ഐസോടോപ്പാണിത്. മറ്റൊരു പ്രോട്ടോണും മറ്റൊരു ന്യൂട്രോണും മറ്റൊരു ഇലക്ട്രോണും ചേർക്കുക, നമുക്ക് ബെറിലിയം 9 ലഭിക്കും. അതിനാൽ ഒരു പ്രത്യേക ഐസോടോപ്പിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂട്ടിച്ചേർത്ത് ഒരു മൂലക ഐസോടോപ്പിന്റെ ആറ്റോമിക് പിണ്ഡം നമുക്ക് കണക്കാക്കാം. ഉദാഹരണത്തിന്, ഒരു കാർബൺ ആറ്റത്തിന് എല്ലായ്പ്പോഴും 6 പ്രോട്ടോണുകൾ ഉണ്ടായിരിക്കും. അതിനാൽ ന്യൂക്ലിയസിൽ 6 ന്യൂട്രോണുകളുള്ള ഒരു കാർബൺ ആറ്റത്തെക്കുറിച്ച് പ്രത്യേകം പറയണമെങ്കിൽ ഞാൻ അതിന്റെ മൂലക ചിഹ്നം ഇതുപോലെ എഴുതും: കാർബൺ 12, അതിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പ്. പകരം എനിക്ക് 7 ന്യൂട്രോണുകളുള്ള ഒരു കാർബൺ ഉണ്ടെങ്കിൽ അതിന്റെ പിണ്ഡം കാർബൺ 13ന് 6+7 അല്ലെങ്കിൽ 13 ആണ്. വീണ്ടും 8 ലഭിക്കാൻ എനിക്ക് ഒരു ന്യൂട്രോൺ കൂടി ചേർക്കാം. 14 പിണ്ഡമുള്ള ന്യൂക്ലിയസിൽ എനിക്ക് ഇപ്പോൾ ആകെ 14 കണങ്ങളുണ്ട്. പുരാവസ്തു കണ്ടെത്തലുകളെ റേഡിയോമെട്രിക്കലായി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന പ്രശസ്തമായ കാർബൺ 14 ഐസോടോപ്പാണിത്. എല്ലാ ഘടകങ്ങൾക്കും ഇതേ നൊട്ടേഷൻ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് യുറേനിയം നോക്കുക. എല്ലാ ന്യൂട്രൽ യുറേനിയം ആറ്റങ്ങൾക്കും ആ ചാർജ് ബാലൻസ് ചെയ്യാൻ 92 പ്രോട്ടോണുകളും 92 ഇലക്ട്രോണുകളും ഉണ്ടായിരിക്കും. 143 ന്യൂട്രോണുകൾ ചേർക്കുക. നിങ്ങളുടെ പക്കൽ യുറേനിയം 235 ഉണ്ട്. യുറേനിയത്തിന്റെ താരതമ്യേന അപൂർവമായ ഐസോടോപ്പ്. അത് വളരെ അസ്ഥിരവും തൽക്ഷണം തകർക്കാൻ കഴിയുന്നതുമാണ്. ഇത് ആണവായുധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗപ്രദമാണ്. പകരം വെറും 3 ന്യൂട്രോണുകൾ കൂടി ചേർത്താൽ നിങ്ങൾക്ക് ഐസോടോപ്പ് യുറേനിയം 238 റേഡിയോ ആക്റ്റീവ് ആയി ക്ഷയിക്കുന്ന ഒരു ഐസോടോപ്പ് ലഭിക്കും. പക്ഷേ അത് കോടിക്കണക്കിന് വർഷങ്ങളിൽ അങ്ങനെ ചെയ്യുന്നു. ഇത് ഭൂമിയോളം പഴക്കമുള്ള പ്രക്രിയകൾ അളക്കുന്നതിനുള്ള ഒരു ഘടികാരം നൽകുന്നു. 2 അതിലധികമോ ഐസോടോപ്പുകളായി പ്രകൃതിയിൽ നിലനിൽക്കുന്ന നിരവധി മൂലകങ്ങൾ വാസ്തവത്തിൽ അവരിൽ ഭൂരിഭാഗവും ചെയ്യും. ഇങ്ങനെയായിരിക്കുമ്പോൾ ആവർത്തന പട്ടിക പ്രകൃതിയിൽ നൽകിയിരിക്കുന്ന മൂലകത്തിന്റെ ശരാശരി പിണ്ഡം റിപ്പോർട്ട് ചെയ്യും. ഉദാഹരണത്തിന്, ക്ലോറിൻ ആറ്റങ്ങൾ 2 വ്യത്യസ്ത ഐസോടോപ്പുകളായി പ്രകൃതിയിൽ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. ഏകദേശം 75.8% സമൃദ്ധമായ ക്ലോറിൻ 35, പ്രകൃതിയിൽ ഏകദേശം 24.2% സമൃദ്ധമായ ക്ലോറിൻ 30. ക്ലോറിൻ ആറ്റങ്ങളുടെ ഒരു വലിയ ശേഖരം കണക്കാക്കിയാൽ ഐസോടോപ്പുകളുടെ ആപേക്ഷിക ജനസംഖ്യയും പിണ്ഡവും അറിയുമ്പോൾ ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ ശരാശരി പിണ്ഡം 35.45 ആറ്റോമിക് മാസ് യൂണിറ്റുകൾ ആണെന്ന് ആവർത്തന പട്ടികയിലേക്ക് പെട്ടെന്ന് നോക്കാം. പട്ടിക റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ ന്യൂക്ലിയസിൽ ഒരു കണികയുടെ ഒരു ഭാഗം ഉണ്ടെന്ന് ഇതിനർത്ഥമില്ല. പ്രകൃതിയിൽ സമൃദ്ധമായ ഒന്നിലധികം ഐസോടോപ്പുകൾ ഉണ്ടെന്നാണ് ഇതിനർത്ഥം.
ഇതുവരെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഒരേപോലെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ആറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ച പരിമിതപ്പെടുത്തിയത്. ഇത് സൗകര്യപ്രദമാണ്, കാരണം അവയുടെ എതിർ ചാർജുകൾ പരസ്പരം സന്തുലിതമാക്കുന്നു. ഇത് മൊത്തത്തിലുള്ള ന്യൂട്രൽ ആറ്റത്തിന് കാരണമാണ്. എന്നാൽ അവ സന്തുലിതമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം ബാലൻസ് ഇല്ലാത്തപ്പോൾ മൊത്തം ചാർജ് വഹിക്കുന്ന ഒരു സ്പീഷീസ് ഞങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ ചാർജ് ചെയ്ത സ്പീഷീസുകൾക്ക് അവയുടെ ന്യൂട്രൽ ആറ്റങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഗുണങ്ങളുണ്ടാകും. ചാർജ് ചെയ്ത ആറ്റങ്ങളെ രസതന്ത്രജ്ഞർ വിളിക്കുന്നു. പൊതുവെ അധിക ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അയോൺ എന്ന നെഗറ്റീവ് ചാർജ് അയോൺ ലഭിക്കും. പകരം പ്രോട്ടോണുകളുടെ അധികമുണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് ചാർജുള്ള അയോൺ ലഭിക്കും. അതിനെ നമ്മൾ കാറ്റേഷൻ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ഫ്ലൂറിൻ എന്ന മൂലകം നോക്കാം. 9 പ്രോട്ടോണുകളും 9 ഇലക്ട്രോണുകളും ഉള്ള ഫ്ലൂറിൻ ഇതുപോലെ കാണപ്പെടുന്നു. എന്നാൽ അതിൽ ഒരു ഇലക്ട്രോൺ അധികമായി ചേർത്താൽ നമുക്ക് ഫ്ലൂറൈഡ് അയോൺ എന്നറിയപ്പെടുന്നത് ലഭിക്കും. പല്ലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു അഡിറ്റീവാണ് ചിലപ്പോൾ ടൂത്ത് പേസ്റ്റിലോ കുടിവെള്ളത്തിലോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലും കൂടുതൽ ഇലക്ട്രോണുകൾ ചേർത്ത് കൂടുതൽ ചാർജുള്ള ഒരു അയോൺ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഓക്സിജൻ പരിഗണിക്കുക. ഓക്സിജനുമായി 2 ഇലക്ട്രോണുകൾ ചേർത്താൽ നമുക്ക് ഓക്സൈഡ് അയോൺ എന്ന് വിളിക്കപ്പെടുന്നവ ലഭിക്കും. തുരുമ്പിച്ച ലോഹത്തിൽ നാം കണ്ടെത്തുന്ന ഓക്സിജന്റെ രൂപമാണിത്. ഉദാഹരണത്തിന് ഇനി സോഡിയത്തിന്റെ കാര്യം നോക്കാം. ഇലക്ട്രോണുകളിൽ 11 പ്രോട്ടോണുകൾ ഉള്ളതിനാൽ നമുക്ക് സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നീക്കം ചെയ്യാം. ഇത് പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോൺ സൃഷ്ടിക്കും. ചാർജ് ചെയ്ത സോഡിയം അയോൺ ന്യൂട്രൽ സോഡിയം ആറ്റമല്ല. സോഡിയത്തിന്റെ വിഷമകരമായ രൂപമാണ് നിങ്ങളുടെ ഭക്ഷണക്രമം കുറയ്ക്കാൻ ഡോക്ടർ നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും തമ്മിലുള്ള പൊരുത്തക്കേട് കൂടുതലായിരിക്കുമ്പോൾ അയോണുകളെപ്പോലെ കാറ്റേഷനുകൾക്ക് കൂടുതൽ ചാർജ് വഹിക്കാൻ കഴിയും. ഉദാഹരണത്തിന് മഗ്നീഷ്യത്തിന് ഒരു ന്യൂട്രൽ ആറ്റമായി 12 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ചുണ്ണാമ്പുകല്ല് പോലുള്ള പാറ രൂപപ്പെടുന്ന ധാതുക്കളിൽ കണ്ടെത്തുമ്പോൾ ആ മഗ്നീഷ്യം ആറ്റങ്ങളിൽ 2 ഇലക്ട്രോണുകൾ കാണുന്നില്ല. +2 ചാർജുള്ള ഒരു കാറ്റേഷൻ രൂപപ്പെടുന്നു. അതിനാൽ നമുക്ക് ഇപ്പോൾ ഒരു നിമിഷം എടുത്ത് ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ അവലോകനം ചെയ്യാം. ഗാലക്സികൾ മുതൽ ബയോളജിക്കൽ സിസ്റ്റങ്ങൾ വരെയുള്ള വൈവിധ്യമാർന്ന സ്കെയിലുകളിൽ പ്രകൃതി എങ്ങനെ ചെറുതും ലളിതവുമായ ഘടകങ്ങളുടെ സംയോജനം ഉപയോഗിക്കുന്നു എന്ന് ഞങ്ങൾ പരിഗണിക്കാൻ തുടങ്ങി. ഉപാറ്റോമിക് കണികകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ എന്നിങ്ങനെ 3 ഘടകങ്ങൾ മാത്രമുള്ള ആറ്റങ്ങൾ എങ്ങനെ വ്യത്യസ്തമല്ലെന്ന് ഞങ്ങൾ കണ്ടു. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അതിന്റെ ന്യൂക്ലിയസിൽ ആറ്റത്തിന്റെ മധ്യഭാഗത്ത് വസിക്കുന്നതും ആറ്റത്തിന് അതിന്റെ പിണ്ഡത്തിന്റെ ഭൂരിഭാഗവും നൽകുന്നതും ഇലക്ട്രോണുകൾ ആ ന്യൂക്ലിയസിനെ എങ്ങനെ പരിക്രമണം ചെയ്യുന്നുവെന്നും ആറ്റത്തിന്റെ കേന്ദ്രത്തിലെ പോസിറ്റീവ് ചാർജിനെ സന്തുലിതമാക്കുന്നതെങ്ങനെയെന്നും ഞങ്ങൾ കണ്ടു. ദ്രവ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചുള്ള അവരുടെ സംവാദത്തിൽ പുരാതന ഗ്രീക്ക് തത്വചിന്തകരെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഇത് അവിഭാജ്യമെന്നർത്ഥമുള്ള ആറ്റം എന്ന പദത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഇന്ന് നമുക്കറിയാവുന്ന ആറ്റങ്ങളെ വിവരിക്കുന്നതിൽ ഈ പദം എങ്ങനെ കുറവാണെന്ന് ഞങ്ങൾ കണ്ടു. പക്ഷേ ചർച്ചയിലെ അതിന്റെ ആഴത്തിലുള്ള ചരിത്രം മൂലകങ്ങളുടെ നിർമ്മാണ ബ്ലോക്കുകൾക്ക് അതിന്റെ പേര് നിലനിർത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു. അടുത്തതായി ആറ്റോമിക് സിദ്ധാന്തം ആദ്യമായി നിർദ്ദേശിച്ചതിനു ശേഷം 2000 വർഷങ്ങൾക്ക് ശേഷം ജോൺ ഡാൾട്ടന്റെ കൃതി എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടെന്നും പിണ്ഡത്തിന്റെ സംരക്ഷണ നിയമവും ഒന്നിലധികം അനുപാത നിയമവും പരിഗണിച്ച് അദ്ദേഹം ഇത് എങ്ങനെ ചെയ്തുവെന്നും ഞങ്ങൾ പരിശോധിച്ചു. ജെജിയുടെ പ്രവർത്തനം എങ്ങനെയെന്ന് ഞങ്ങൾ പിന്നീട് കണ്ടു. ഇലക്ട്രോണിന്റെയും ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡലിന്റെയും കണ്ടെത്തലിലേക്ക് തോമസൺ നയിച്ചു. അദ്ദേഹത്തിന്റെ സംരക്ഷണക്കാരനായ ഏണസ്റ്റ് റദർഫോർഡ് എങ്ങനെയാണ് ആൽഫ കണിക വികിരണം ഗോൾഡ് ഫോയിലിൽ നിന്ന് ബൗൺസ് ചെയ്തത് ആറ്റങ്ങൾ പ്രോട്ടോണുകൾ അടങ്ങിയ സാന്ദ്രമായ ന്യൂക്ലിയസ് ആണെന്ന നിഗമനത്തിലെത്തി. 2 തലമുറകൾക്ക് ശേഷം ജെയിംസ് ചാഡ്വിക്ക് എങ്ങനെയാണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. ഈ അസാധാരണ തരം വികിരണം അത് തട്ടിയ ആറ്റങ്ങളിൽ നിന്ന് കുതിച്ചുയരാതെ അവയിലേക്ക് തുളച്ചുകയറി. സബ് ആറ്റോമിക് കണങ്ങളുടെ ഇൻവെന്ററി ലഭിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് ആഴത്തിൽ പരിശോധിച്ചു. പ്രോട്ടോണുകളുടെ എണ്ണം ഒരു ആറ്റത്തിന് അതിന്റെ ഐഡന്റിറ്റി നൽകുന്നതെങ്ങനെയെന്നും തന്നിരിക്കുന്ന മൂലകത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അതിന്റെ ആറ്റോമിക സംഖ്യയായി എങ്ങനെ പരാമർശിക്കുന്നുവെന്നും ഞങ്ങൾ കണ്ടു. ന്യൂട്രോണുകളുടെ എണ്ണം ഒരു ആറ്റത്തിന്റെ പിണ്ഡത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഞങ്ങൾ കണ്ടു. അസോഡോപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്നവ സൃഷ്ടിക്കുന്നു. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തെ ഒരു അസോഡോപ്പ് ആറ്റോമിക് പിണ്ഡം എന്ന് വിളിക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ കണ്ടു. അവസാനമായി ഒരു ആറ്റത്തിന്റെ മേഘത്തിൽ ഇലക്ട്രോണുകൾ ചേർക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് അവയെ മൊത്തത്തിലുള്ള ചാർജ് നൽകാനും പോസിറ്റീവ് ചാർജുള്ള കാറ്റേഷനുകളോ നെഗറ്റീവ് ചാർജുള്ള അയോണുകളോ സൃഷ്ടിക്കാനും കഴിയുമെന്ന് ഞങ്ങൾ കണ്ടു.
എന്നാൽ തോംസണിനോ റൂദർഫോർഡിനോ അവരുടെ കാലത്ത് അറിയാൻ കഴിയുമായിരുന്നില്ല ഒരു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ മേഘം ഏകതാനമല്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഇലക്ട്രോൺ പരിക്രമണപഥങ്ങളുടെ വളരെ സങ്കീർണമായ ഒരു സംവിധാനം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ അയോണിന്റെ മേഘത്തിനുള്ളിലെ ഇലക്ട്രോണുകളുടെ സ്ഥാനം ഈ മൂലകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരക ഘടകങ്ങളിലൊന്നാണ്. അടുത്ത തവണ ഞങ്ങൾ ഈ ഘടനയിലേക്ക് ആഴത്തിൽ മുങ്ങുകയും ആറ്റത്തിന്റെ ഇലക്ട്രോണിക് ഘടനയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യും.